ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് നല്ല സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. ഇനിയിപ്പോൾ റമദാനൊക്കെ അല്ലേ വരുന്നത്, അപ്പം നമുക്ക് റമദാൻ്റെ സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഒരുപാട് കടികളൊന്നും ആവശ്യമില്ല, ഇതൊന്നും മതിയാവട്ടോ നമുക്ക് ആ സമയത്തൊക്കെ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമായില്ലേക്കാനൊന്നും മറക്കല്ലേ. നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു 3 മുട്ട ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ, വേവിച്ചിട്ടെടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂട്ടി കൊടുക്കാം കേട്ടോ. ഉപ്പും കൂട്ടി കൊടുത്തിട്ട് നമുക്കിത് വേകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പം മുട്ട വെന്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം മൈദ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം അരിപ്പൊടി, നമ്മൾ സാധാ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ, സാധാ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ, സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ലൂസായിട്ട് അടിച്ചിട്ടെടുക്കുക. അതൊരു സൈഡിൽ മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം മൈദ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കലക്കിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ടുതന്നെ നമ്മളെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി മുട്ടയുടെ തൊലി കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കേ. നമുക്കിതാ പറയുന്ന പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 3 സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒന്ന് കളർ മാറി വന്നാൽ മതി, ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ സവാള പെട്ടെന്ന് തന്നെ അങ്ങ് വഴന്ന് വന്നോളും. അപ്പോൾ സവാളയിൽ നമ്മളിതാ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ആ കളറൊന്ന് മാറി വന്നാൽ മാത്രം മതി. നമ്മൾ സാധാരണ പപ്സിലൊക്കെ ഉണ്ടാവുമല്ലോ സവാള നല്ല കടിക്കാൻ കിട്ടുന്ന ഈ രീതിക്ക് ആയി വന്നതിനാൽ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ ഇട്ട് കൊടുക്കുക, 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂണോളം നമുക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സ്മെല്ലൊന്ന് മാറി വന്നാൽ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളപ്പോൾ ഇതിലേക്ക് ഉപ്പ് നേരത്തെ ചേർത്ത് കൊണ്ട് ഇനി ഉപ്പൊന്നും ഇതിലേക്ക് ചേർക്കേണ്ടില്ല കേട്ടോ. ഒന്ന് നോക്കുക, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ദോശ പോലെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്കിത് ഒരു സ്പൂണ് മാവ് എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഇതങ്ങ് ചുട്ടെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ആറി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ദോശ നല്ല നൈസാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൈ വെച്ചിട്ട് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുന്ന കേട്ടോ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മളിത് റെഡി ആയിട്ടുണ്ട്, ഇനി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമുക്ക് ബാക്കിയുള്ള ദോശയൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമ്മളിതാ ഈ ദോശൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള സവാളയുടെ മിക്സ് ഉണ്ടല്ലോ ആ ഒരു മസാല ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയുടെ പകുതി ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ 4 ഭാഗത്തും നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുറച്ച് മൈദപ്പൊടി നമ്മൾ നേരത്തെ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് മടക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മളിതാ ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ മെല്ലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ദോശ നല്ല നൈസായതുകൊണ്ട് പെട്ടെന്ന് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിതിന് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അതിന് ദോശ വെക്കുക, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാല വെക്കുക, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു പീസ് മുട്ട വെച്ച് കൊടുത്തിട്ട് സൈഡ് ഭാഗം ഒന്നിങ്ങനെ ഒട്ടിച്ചിട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കേ. അപ്പം നമ്മളിതാ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായി വന്ന് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ കയ്യിലേക്ക് എണ്ണയൊന്നും തെറിക്കില്ല കേട്ടോ. ഇത് കുറച്ച് വെയിറ്റുള്ളതായതുകൊണ്ട് നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടാകാൻ. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ 2 സൈഡ് നന്നായിട്ട് കളറൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 2 സൈഡും കളറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. നമ്മളിതിങ്ങനെ തിരിച്ചും മറിച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, ഇത് മുറിഞ്ഞു പോകാതെ നോക്കാം കേട്ടോ. അതിൻ്റെ നമ്മുടെ ദോശയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഏകദേശം 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് നല്ല കളറൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമുക്കിനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ.
അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ സിമ്പിളായിട്ടുള്ള മുട്ട പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ വേണ്ടി നമ്മൾ സാധാ പപ്സ് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിന് നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം. ബൈ, താങ്ക് യു.